بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب كيف يقبل العلم وكتب عمر بن عبد العزيز إلى أبي بكر بن حزم انظر ما كان من حديث رسول الله صلى الله عليه وسلم فاكتبه فإني خفت دروس العلم وذهاب العلماء ولا يقبل إلا حديث النبي صلى الله عليه وسلم وليفشوا العلم وليجلسوا حتى يعلم من لا يعلم فإن العلم لا يهلك حتى يكون سرا وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه حدثنا العلاء بن عبد الجبار قال حدثنا عبد العزيز بن مسلم عن عبد الله بن دينار بذلك يعني حديث عمر بن عبد العزيز إلى قوله ذهاب العلماء ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബുൽ ഹിർസി അലൽ ഹദീസ് എന്ന ബാബിൻ്റെ ശേഷം ബാബുൻ കൈഫ യുഖ്ബലുൽ ഇൽമു എന്ന ബാബ് കൊണ്ടുവരുന്നത് ഹദീസിൻ്റെ മേലിൽ ഹിർസ് വേണം, ഹദീസുകൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, അതിൻ്റെ മേലിൽ വലിയ താല്പര്യം കാണിക്കണം എന്ന് വിശദീകരിച്ചപ്പോൾ ഈ ഭൂലോകത്ത് നിന്ന് ഹദീസുകൾ നഷ്ടപ്പെട്ടു പോവാൻ, ഇൽമുകൾ നഷ്ടപ്പെട്ടു പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഇൽമു നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇവിടെ ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അതുകൊണ്ട് ആ ഇൽമ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവരവരുടെ കാലത്ത് ആ ഹദീസ് നഷ്ടപ്പെട്ടു പോകുന്ന കാലമായിക്കൂടാ. അതിനു വേണ്ടി ഇൽമിനെ പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടേ ഇരിക്കണം. അത് ഇവിടെ നിലനിൽക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണോ അവലംബിക്കേണ്ടത് അതാത് കാലത്ത് അനുയോജ്യമായ മാർഗങ്ങൾ അവലംബിച്ചു കൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ഓരോരുത്തരുടെയും കാലം അവസാന കാലമായിക്കൂടാ, ഏറ്റവും ദുഷിച്ച കാലത്ത് ജീവിക്കുന്നവരായിക്കൂടാ എന്നുള്ളൊരു വാശി ഓരോരുത്തർക്കും വേണം. കാരണം ഈ ഇൽമ് നഷ്ടപ്പെട്ടു പോവാൻ പോകും, അത് പോകുമ്പോഴേ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയുള്ളൂ. ഓരോരുത്തരും അതിനെ അവരവരുടെ കാലത്തായിക്കൂടാ ആ നഷ്ടപ്പെടുന്നത് എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകണം എന്ന് വരുത്താൻ വേണ്ടിയാണ് ഈ ബാബിനെ ബാബുൽ ഹിർസി അലൽ ഹദീസിൻ്റെ തൊട്ടുപിറകെ കൊണ്ടുവരുന്നത്. ഇൽമിനെ എങ്ങനെ ഖബൽ ചെയ്യപ്പെടും, ഈ ലോകത്തിൽ നിന്ന് ഇൽമിനെ എങ്ങനെയാണ് പിടിക്കുക എന്ന് വിശദീകരിക്കുന്ന ബാബാണ്. വകതബ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എഴുതി ഇലാ അബി ബക്കർ ബിൻ ഹസ്മിൻ, അബൂബക്കർ ബിൻ ഹസ്മിലേക്ക് എഴുതി. ഉമർ ബിൻ അബ്ദുൽ അസീസ് ലോകത്ത് അറിയപ്പെട്ട മഹാനായ ഖലീഫയാണ്. ഈ ലോകത്ത് ആദ്യമായി വന്ന മുജദ്ദിദാണ്. അവർക്ക് ഖുലഫാഉർ റാഷിദീനിൽ മഹ്ദിയീനിൽ പെട്ട ഒരു മഹാനാണ്.
ഖുലഫാഉർ റാഷിദീങ്ങൾ മഹാന്മാരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെ ശേഷം വന്ന ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മഹാനാണ്. അവരെപ്പറ്റി ചെറിയ വിശദീകരണം മുമ്പ് നാം നൽകിയിട്ടുണ്ട്. കിതാബുൽ ഈമാനിൽ അവരെപ്പറ്റി നാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ കത്തെഴുതുന്നത് അബൂബക്കർ ഇബ്നു ഹസ്ം എന്നവരിലേക്കാണ്. ബിഫത്തിൽ ഹായിൽ മുഹമ്മല വസുക്കൂനി സായി ഹസ്ം. മഹാനായ അബൂബക്കർ ഇബ്നു ഹസ്ം അൻസാരിയാണ്. അൻസാറുകളിൽപ്പെട്ട ഒരാള് മദീനയുടെ ഭരണാധികാരിയായി വന്നത് അബൂബക്കർ ഇബ്നു ഹസ്ം മാത്രമാണ്. ഇവിടെ മുമ്പും ശേഷവും ഒരു അൻസാരി മദീനയിലെ ഗവർണറായി വന്നിട്ടില്ല. അവരുടെ പേര് കുഞ്ഞത്തും എല്ലാം അബൂബക്കർ എന്ന് തന്നെയാണ്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ അവരുടെ പിതാവിൻ്റെ പിതാവ് അംർ ഇബ്നു ഹസ്ം എന്നവർ സഹാബിയാണ്. അവർക്ക് കുട്ടിയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം നൽകിയപ്പോൾ റസൂലുള്ളയാണ് അവർക്ക് അംർ ഇബ്നു ഹസ്മിൻ്റെ മകനിക്ക് മുഹമ്മദ് എന്ന് പേരിടാൻ വേണ്ടി കൽപ്പിച്ചത്. ആ മുഹമ്മദ് എന്നവരുടെ മകനാണ് അബൂബക്കർ. വല്ലിപ്പയിലേക്കാണ് അവരെ ചേർക്കൽ. ഉപ്പാൻ്റെ വല്ലിപ്പയിലേക്ക്. വലിയ മഹാനാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മദീനയിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചത് അവരെയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ തൊട്ട് മുമ്പുള്ള ഖലീഫയായിരുന്ന സുലൈമാൻ, അവരും അബൂബക്കർ ഇബ്നു ഹസ്മിനെ മദീനയിലെ ഗവർണറായി നിശ്ചയിച്ചിരുന്നു. എല്ലാ നിലക്കും പക്വതയും പാകതയുമുള്ള മഹാനാണവർ. അവരുടെ ചരിത്രം വിശദമായി പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മദീനയുടെ ഗവർണറായി നിശ്ചയിച്ച അബൂബക്കർ ഇബ്നു ഹസ്ം റളിയല്ലാഹു അൻഹുവിലേക്ക് കത്തെഴുതി. എന്താ കത്തിലുള്ളത്? ഉൻളുർ മാ കാന മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുള്ള ഒന്നിനെ നീ നോക്ക്, ഹദീസുകളെ നീ നോക്ക്. ഫക്തുബുഹു ബറിവാത്തി ഉൻളുർ മാ കാന ഇൻദക എന്നുണ്ട്. നിങ്ങൾ മദീനയിൽ നിൻ്റെ അടുത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ നോക്കണം. നീ നോക്കണം ആ ഒന്നിനെ. കാന ആ ഒന്നുണ്ട്. ആ ഉള്ള ഒന്നെന്തിനാൽ? മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനാൽ. അപ്പം മദീനത്തുള്ള നബി തങ്ങളെ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങൾ ശരിക്ക് ചർച്ച ചെയ്ത് ബഹ്സ് ചെയ്ത് നിങ്ങൾ അതിനെപ്പറ്റി നിരീക്ഷിക്കണം. എന്നിട്ട് ഫക്തുബുഹു അതിനെ നിങ്ങൾ എഴുതി വെക്കണം. ഫഇന്നി തീർച്ചയായും ഞാൻ, കാരണം പറയാണ് എഴുതി വെക്കണം എന്ന് പറയാനുള്ള കാരണം, ഖിഫ്തു ഞാൻ ഭയപ്പെടുന്നു, ദുറൂസൽ ഇൽമി ഇൽമ് നഷ്ടപ്പെട്ടു പോവലിനെ, വദഹാബൽ ഉലമാ ഉലമാ പോവലിനെയും ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ശരിക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ ശരിക്ക് എഴുതി വെക്കണം. വലാ ബിഫതഹിൽ യാഹി തഹ്താനിയ സുകൂനിൽ ലാമി വലാ യഖ്ബൽ സ്വീകരിക്കരുത് ഇല്ലാ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലാ യുഖ്ബൽ ബിളമ്മിൽ യായി തഹ്ത. ഞാൻ വായിച്ചതാ. വലാ യുഖ്ബൽ സ്വീകരിക്കപ്പെടരുത് ഇല്ലാ ഹദീസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ അല്ലാതെ സ്വീകരിക്കരുത്.
സ്വീകരിക്കപ്പെടരുത്. അവിടെ വലാ യുഖ്ബൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ശറഅാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രയോഗം വദഹാബൽ ഉലമായി എന്നത് കൂടെ അവസാനിപ്പിച്ചു. അതിനുശേഷം വരാൻ പോകുന്നുണ്ട്. അപ്പം ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉൻളുർ മാ കാന മിൻ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫക്തുബുഹു എന്ന് പറയുന്ന വിശദീകരണം ഇമാം ബുഖാരി നൽകുകയാണ്. നബിൻ്റെ ഹദീസിനെ പറ്റിയാണ് നോക്കേണ്ടത്. നബി തങ്ങളെ ഹദീസ് അല്ലാത്തതിനെ സ്വീകരിക്കപ്പെടരുത്. വൽയുഫ്സുൽ ഇൽമ, അവർ ഇൽമിനെ പരസ്യപ്പെടുത്തട്ടെ, പരിചയപ്പെടുത്തട്ടെ, അതിനവർ ഫാഷിയാക്കട്ടെ, അതിനവർ വിതരണം ചെയ്യട്ടെ, പരത്തട്ടെ. വല്യജ്ലിസൂ, അവർ ഇരിക്കുകയും ചെയ്യട്ടെ. ഹത്താ യുഅല്ലമ, പഠിപ്പിക്കപ്പെടാൻ വേണ്ടി, മൻ ഒരുത്തന് ലാ യഅലമു, അവൻ അറിയില്ല. അറിവില്ലാത്തവർക്ക് പഠിപ്പ് നൽകാൻ വേണ്ടി, പഠനം നടത്താൻ വേണ്ടി ആലിമീങ്ങൾ അതിന് വേണ്ടി ഇരിക്കട്ടെ. അവർ ഇൽമിനെ അവർ വേണ്ടതുപോലെ വിതരണം ചെയ്യട്ടെ. ഫഇന്നൽ ഇൽമ, തീർച്ചയായും ഇൽമ് ലാ യഹ്ലികു, അത് നഷ്ടപ്പെട്ടു പോവില്ല. ഹത്താ യകൂന സിറാ, അത് രഹസ്യമായി വെക്കപ്പെടുന്നവരേക്കും അത് വിതരണം ചെയ്യാതെ ഓരോരുത്തരും അവരവരുടേത് പിടിച്ചു വെച്ച് അത് വിതരണം ചെയ്യണില്ല. അതുവരെ അങ്ങനെയാകുന്നൊരു കാലം വരും. ആലിമീങ്ങൾ ഇൽമ് പഠിപ്പിക്കൂല, ആലിമീങ്ങൾ ഇൽമ് പറഞ്ഞു കൊടുക്കൂല, ആലിമീങ്ങൾ അവർ കച്ചവടവുമായി മുന്നോട്ട് പോകും. അവർ ദർസി രംഗത്ത് അവരില്ല. അവർ വല്ലതും ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കൂല, അതിന് ചാൻസ് കിട്ടിയാലും അവർ ഉണർത്തി കൊടുക്കൂല. അങ്ങനെ ഓരോരുത്തരുടെയും ഇൽമ് രഹസ്യമാക്കി വെക്കുക, അത് പരസ്യമാക്കാതിരിക്കുക. അതുവരേക്കും ഇൽമ് നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ട് ഇൽമിനെ പരസ്യപ്പെടുത്താത്തൊരവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാവരുത്. അത് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. വകതബ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ പ്രയോഗം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുഅല്ലക്കായാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെയും ഉമർ അബ്ദുൽ അസീസിൻ്റെയും ഇടയിലുള്ള ഉസ്താദുമാരെ പേര് പറഞ്ഞിട്ടില്ല. എനിക്കാണ് മുഅല്ലക്ക്. ഇനി ആ പറഞ്ഞ ഉമർ അബ്ദുൽ അസീസിലേക്കുള്ള സനദ് പറയാണ് ഇമാം ബുഖാരി. വബിഹി ഖാല ഹദ്ദസനൽ അലാഉ ബിൻ അബ്ദുൽ ജബ്ബാർ ഖാല ഹദ്ദസനാ അബ്ദുൽ അസീസ് ബിൻ മുസ്ലിമിൻ അൻ അബ്ദുല്ലാഹി ബിൻ ദീനാരിൻ ബിദാലിക. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഹദീസ് കൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അബ്ദുല്ലാഹി ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞിരിക്കുന്നു. യഅനി, ഇമാം ബുഖാരിയുടെ ഏതോ ശിഷ്യന്മാർ ഇമാം ബുഖാരി തന്നെ പറയാണ് ബിദാലിക, അതിൻ്റെ അർത്ഥം യഅനി ഹദീസ് ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അസീസ് എന്നവർ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഹദീസ് കൊണ്ട് അബ്ദുല്ലാഹി ബിൻ ദീനാർ എന്നവരെ തൊട്ട് അബ്ദുൽ അസീസ് ബിൻ മുസ്ലിം എന്നവർ അലാ ബിൻ അബ്ദുൽ ജബ്ബാർ എന്നവർക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതുവരേക്കും ഇലാ കൗലിഹി ദഹാബൽ ഉലമാ, ദഹാബുൽ ഉലമാ എന്ന് പറയുമ്പോൾ ദഹാബൽ ഉലമാ എന്ന് പറഞ്ഞല്ലോ, അതുവരേക്കുമാണ് ഈ സനദോടുകൂടെ ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഉള്ളത്. അവിടുന്ന് അങ്ങോട്ട് വലാ തുഖ്ബൽ ഇല്ലാ ഹദീസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതലുള്ളത് ഇമാം ബുഖാരിയുടെ വിശദീകരണമാണത്. വബിഹി قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه حدثنا إسماعيل بن أبي أويس قال حدثني مالك عن هشام بن عروة عن أبيه عن عبد الله بن عمرو بن العاص رضي الله عنه وعنهم أنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الله لا يقبض العلم انتزاعا ينتزعه من العباد ولكن يقبض العلم بقبض العلماء حتى إذا لم يبق عالما اتخذ الناس رؤوسا جهالا
ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅളല്ലു. قال الفرابري حدثنا عباس قال حدثنا قتيبة قال حدثنا جرير عن هشام نحوه. ഹദീസിലുള്ള റാവികളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് പരിചയപ്പെടുത്തും. ഈ ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു. യഖൂലു, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഖ്ബിലുൽ ഇൽമ, ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൽ ചെയ്യൂല. ഇന്തിസാഅൻ, ഒരു ഖബൽ ചെയ്യൽ, ഒരു ഊരിയെടുക്കൂല. യന്തസിഉഹു, അതിനെ അല്ലാഹു തആല ഊരിയെടുക്കും. മിനൽ ഇബാദ്, അല്ലാഹുവിൻ്റെ പണ്ഡിതന്മാരായ, അല്ലാഹുവിൻ്റെ പ്രത്യേകക്കാരായ ദാസന്മാർ, അവരിൽ നിന്ന്, മനസ്സിൽ നിന്ന് അതിനെ ഉയർത്തിക്കളയാ. അരെ വലിയ വലിയ പണ്ഡിതന്മാർ അവർ ഒന്നും തിരിയാത്ത ആളുകളാകുക, അങ്ങനെ അല്ലാഹു ആക്കൂല. പണ്ഡിതൻ അവരുടെ വഫാത്ത് വരേക്കും പണ്ഡിതനായിരിക്കും, അവർ ഇൽമുള്ളവരായിരിക്കും. പണ്ഡിതൻ്റെ പാണ്ഡിത്യം നഷ്ടപ്പെടുത്തൽ കൊണ്ട് ഇൽമിനെ ഖബൂൽ ചെയ്യൂല, അത് അല്ലാഹു തആല ചെയ്യൂല. അല്ലാഹുവിൻ്റെ ആബിദീങ്ങളായ, ആലിമീങ്ങളായ മഹത്തുക്കൾ, അവർ ആലിമായും കൊണ്ട് തന്നെയാണ് മരിക്കലാണ്ടാകുക. എന്നല്ലാതെ ഇൽമിനെ ഖബൂൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആലിമായിരുന്ന മഹാമനീഷികൾ അവർ അവസാന കാലം ഒന്നും തിരിയാത്തവരായി, വെറും ജാഹിലീങ്ങളായി മാറി. അങ്ങനത്തെ ഒരവസ്ഥ വരൂല. ആലിമ് എപ്പോഴും ആലിം തന്നെ, മരിക്കുന്നതും ആലിമായിട്ട് തന്നെയാണ്. പിന്നെ ഇൽമിനെ ഖബൂൽ ചെയ്യാൻ എന്താണ്? വലാകിൻ, എങ്കിലും, യഖ്ബിലു, അല്ലാഹു ഖബൂൽ ചെയ്യും, അൽ ഇൽമ, ഇൽമിനെ, ബിഖബ്ലിൽ ഉലമാ, ഉലമാവിനെ മരിപ്പിക്കൽ കൊണ്ട്. ഉലമാഇൻ്റെ ഖബൂലാണ് ഇൽമിൻ്റെ ഖബൂല്. വല്ലാത്ത പ്രയോഗമാണ്, ഒരു അനുഗ്രഹീത വാക്കാണിത്. ആലിമീങ്ങൾ മരിക്കൽ കൊണ്ട് ഖബൂൽ ചെയ്യുള്ളൂ എന്നല്ലാതെ ആലിമിൻ്റെ മനസ്സിൽ നിന്ന് മഹാപണ്ഡിതന്മാർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്ത ആളുകളായി മാറുക, അത് ഇൽമിനെ ഖബൂൽ ചെയ്യാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന പരിപാടിയല്ല. അങ്ങനെ ചെയ്യൂല. ആലിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവരെ നിസാരാക്കൂല. അവർ വലിയവരായി തന്നെ ജീവിച്ച് മരിച്ചു പോകും. പക്ഷെ അവരുടെ മരണമാണ് ഇൽമിൻ്റെ ഖബൂല്. ആലിമിൻ്റെ മരണം ഇൽമിൻ്റെ ഖബൂലാണ്. അതാ ചില ആളുകൾ പറയലുണ്ട്, മൗത്തുൽ ആലിമി മൗത്തുൽ ഇൽമി. ഹദീസ് അതല്ലേ, വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ ഹത്താ ഇദാ ലം യുബ്ഖി. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കാതിരുന്നാൽ ആലിമൻ, ആലിമിനെ, ലോകത്തൊരു ആലിമില്ലാത്ത അവസ്ഥ വന്നാൽ പിന്നെന്താ ജനങ്ങൾ ചെയ്യുക? അപ്പോഴും ഇവിടെ മുഫ്തി വേണം, അപ്പോഴും ഖാദിയാർ വേണം, അപ്പോഴും പണ്ഡിതന്മാരിവിടെ വേണം, അപ്പോഴും മുദരിസന്മാർ വേണം, അപ്പോഴും ഇവിടെ സ്ഥാപനങ്ങളുണ്ടാകും. ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ദർസ് നടത്താൻ ആൾ വേണം. ആലിമീങ്ങൾ ഇവിടെ ഇല്ല. വലിയ വലിയ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയി. അത് പഠിച്ച് ഉയർന്ന വലിയ മഹാന്മാർ പിന്നീട് അവസാന കാലം വരാതിരിക്കും. അങ്ങനെ വരാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഇവിടെ നമ്മുടെ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാകും, പള്ളികൾ ഇവിടെ ഉണ്ടാകും. ജനങ്ങൾക്ക് ഖുത്ബോദാൻ ആൾ വേണം, പ്രസംഗിക്കാൻ ആൾ വേണം, ഖളാഇന് ആൾ വേണം, ഇഫ്താഹിന് ആൾ വേണം, കോളേജുകൾക്ക് പ്രൊഫസർമാർ വേണം. ആലിമാണെങ്കിൽ ലഭിക്കാനില്ല. അപ്പോൾ ഇത്തഖദന്നാസു, അപ്പൊ ജനങ്ങളാക്കും, റൂസൻ, നേതാക്കന്മാരാക്കും, ജുഹാല, തന്നി ജാഹിലിങ്ങളെ,
പടുജാഹിലീങ്ങളെ പിടിച്ച് നേതാക്കന്മാരാക്കും. അവരാവും കാദിമാർ, അവരാവും പ്രൊഫസർമാർ, അവരാവും പ്രിൻസിപ്പാളന്മാർ, അവരാകും സദറന്മാർ, അവരാകും ഖത്തീബുമാർ. എല്ലാ സ്ഥലത്തും ജാഹിലീങ്ങൾ ഒന്നും തിരിയാത്തവർ വലിയ വലിയ ആളുകളാകും. അവർക്ക് വലിയ ജുബ്ബകൾ ഉണ്ടാകും, വലിയ തലയെക്കെട്ട് ചിലപ്പുണ്ടാകും, വലിയ താടികൾ ഉണ്ടാവും. പക്ഷെ ജുഹാലാണ് അവര്. ഫസുഇലു, അങ്ങനെ അവർ വലിയ കാളി സ്ഥാനത്ത്, കാളി കുലാത്ത്, ഗ്രാൻഡ് മുഫ്തി, ഗ്രാൻഡ് ലോക കാളി എന്ന പേരിലൊക്കെ അവരോട് വരും. ഫസുഇലു, അപ്പം അവരോട് ചോദിക്കപ്പെടും. കാളിയരല്ലേ, അവർ പ്രൊഫസറല്ലേ, അവർ പ്രിൻസിപ്പാളല്ലേ, അവരോട് ചോദിക്കപ്പെടും. അവർ ഫത്വ കൊടുക്കുകയും ചെയ്യും. ബിഗൈരി ഇൽമിൻ, യാതൊരു ഇൽമും കൂടാതെ അവർ ഫത്വ കൊടുക്കും. ഫളല്ലു, അവർ എന്തായാലും ഇൽമില്ലാതെ അവർ സ്വയം പഴച്ചവരായി. ഇൽമില്ലാതെ ഫത്വ കൊടുക്കൽ തന്നെ പിഴവാണ്, അവർക്ക് പിഴവ് സംഭവിച്ചു. വഅളല്ലു, മറ്റുള്ളവരെ അവർ പഴപ്പിക്കുകയും ചെയ്യും. വല്ലാത്ത ഹദീസാണ്. ആലിമീങ്ങൾക്ക് സന്തോഷമാണ്, അവർ ബേജാറാവേണ്ടതില്ല. അവർ ഇൽമൊരു സുപ്രഭാതത്തിൽ മനസ്സിൽ നിന്ന് പോകും എന്ന നിലക്ക് അവർ പേടിക്കേണ്ടതില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ പോക്ക്, ലോകത്ത് ഇൽമില്ലാത്ത ഒരവസ്ഥ, ളുഹൂറുൽ ജഹ്ല്, മുമ്പ് ഹദീസ് ഓതി പോന്നിട്ടുണ്ട്. ളുഹൂറുൽ ജഹ്ലിലേക്ക് ലോകം വരും. ജഹിൽ നിയമാനുഷ്ഠിതമായി വരും. ആ ജഹാലത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം വരും. അതിന് വേണ്ടി ആയത്തുകൾ ഓതുന്നവരുണ്ടാകും, അതിന് വേണ്ടി ഹദീസുകൾ ഓതും. അങ്ങനെ ഇൽമിനെ തച്ച് കെടുത്തി ജഹാലത്ത് ഉയർന്ന് വന്നു. ആ ജഹാലത്തിൻ്റെ പ്രചാരകന്മാർ ഇവിടുത്തെ മുഫ്തിമാരാകും, ഇവിടുത്തെ പ്രൊഫസർമാരാകും, ഇവിടുത്തെ സദറന്മാരാകും, ഇവിടുത്തെ മുഅല്ലിമീങ്ങളാകും. അങ്ങനെ അവരോടാണ് ചോദിക്കപ്പെടുന്നത്. ചിലപ്പോൾ അവർ ആയത്തോതിന്ന് വരും, അവർ ഹദീസ് ഓതിന്ന് വരും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ താല്പര്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ ജഹാലത്തോടെ പരത്തുകയും അങ്ങനെ അവർ സ്വയം പഴപ്പിക്കുകയും ജനങ്ങളെ മുഴുവനും പഴപ്പിക്കുകയും ചെയ്യും. ആ ഒരു കാലം വരുമ്പോഴാണ് ഖിയാമത്ത് നാൾ വരിക. അള്ളാഹു ആ കാലത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഖാലൽ ഫിറബിരിയോ, ഇമാം ബുഖാരിയുടെ ശിഷ്യനായ ഫിറബിരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദ്ദസനാ അബ്ബാസുൻ ഖാല ഹദ്ദസനാ കുതൈബത്തു ഖാല ഹദ്ദസനാ ജരീറുൻ അൻ ഹിശാമിൻ നഹ്വഹു. ഇമാം ബുഖാരിയുടെ ഈ ഹദീസ് വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. حدثنا إسماعيل بن أبي ويس قال حدثني مالك عن هشام. മാലിക് ഇമാമാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ്. അവരുടെ ഉസ്താദായിട്ട് ഹിഷാം എന്നവരാണ് വരുന്നത്. ഈ ഹദീസ് ഹിഷാം ബിൻ ഉർവ റളിയല്ലാഹു അൻഹു തൊട്ട് ധാരാളം മഹത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മുഅത്തയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ ആളുകൾ അയിമൽ പിടിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഹിഷാം ബിൻ ഉർവൻ്റെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവികളുടെ കൂട്ടത്തിൽ ഇമാം മാലിക്കിന് മുഅത്തി പറഞ്ഞതായിട്ട് കാണുന്നില്ല. മാലിക് മുഅത്തി പറഞ്ഞതായിട്ട് കാണുന്നില്ലല്ലോ. മാലിക്കിൻ്റെ പേരിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അതിന് ബഹുമാനപ്പെട്ട ഫിറബിനി മറുപടി പറയാണ്. എന്താ മറുപടി? ഈ ഹദീസ് മാലിക് ഇമാം അല്ലാതെ തന്നെ ഹിഷാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇമാം ബുഖാരിയെ തൊട്ട് മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് വന്ന് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് തന്ന മാതിരി ഈ ഹദീസ് എനിക്ക് എൻ്റെ ഉസ്താദ് അബ്ബാസ് എന്നവരുടെ ഉസ്താദ് ബുഖാരിയുടെ ഉസ്താദായ കുതൈബ റളിയല്ലാഹു അൻഹു, അവർക്ക് ജരീർ എന്നവരെ തൊട്ട് അവർ ഈ സമയത്ത് ഇങ്ങനെ സനദുണ്ട്. അപ്പം ഹദീസ് ശരി തന്നെയാണ്. അതോടുകൂടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്തയിൽ റിപ്പോർട്ട് ചെയ്തത് മാത്രമേ ഹദീസുള്ളൂ. മുഅത്തയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മാത്രമേ മാലിക് ഇമാമിൻ്റെ ഹദീസുള്ളൂ എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടുപോയതാണ് അവർ. കാരണം മാലിക് ഇമാമിനിക്ക് മുഅത്തയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസും എല്ലാത്ത ഹദീസുകളും ധാരാളമുണ്ട്. അതിൽപ്പെട്ട ഹദീസിൽപ്പെട്ട ഒന്നാണിത്. അപ്പം ഹിഷാം എന്നവർ മാലിക് ഇമാമിൻ്റെ ഉസ്താദ് തന്നെയാണ്. ഹിഷാമിനെ തൊട്ട് മുഅത്തയിൽ ധാരാളം ഹദീസുണ്ട്.
ഈ ഹദീസിൽ മുവത്തയിൽ പറയാത്തത് കൊണ്ട് മാലിക് ഇമാമിന് ഇഷ കൊണ്ട് കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഈ ഹദീസ് ഹിഷാമിനെ തൊട്ട് ധാരാളം മഹത്തുക്കൾ റിപ്പോർട്ട് ചെയ്തവരാണ്. അതിൽ മാലിക് ഇമാമുണ്ട്. മാലിക് ഇമാമിൻ്റെ ഹദീസുകൾ മുഴുവനും മുവത്തയിൽ പറഞ്ഞു എന്ന് വന്നിട്ടില്ല. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം, കാലൽ ഫിറബിരിയു എന്ന് എങ്ങനെയാണ് ബുഖാരിയിൽ വരിക? ബുഖാരി ഇമാം ബുഖാരിയുടെ കിതാബല്ലേ, സ്വഹീഹ് അല്ലേ? സ്വഹീഹുൽ ബുഖാരിയിൽ കാലൽ ഫിറബിരിയു എന്ന് പറയുമ്പോൾ ബുഖാരിയിൽ ഫിറബിരി കൈകടത്തി എന്ന് വരൂലേ? ഒരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിൻ്റെ മറുപടി ലളിതാണ്. ഒരു കിതാബിനെ സംബന്ധിച്ച് തീരെ ഒന്നും അറിയാത്തതാണ് ആ ചോദ്യം ചോദിക്കുക. നാം ഏത് കിതാബുകൾ പരിശോധിച്ചാലും അതിനേക്ക് മുസഹിഹീങ്ങൾ ഉണ്ടാകും, അതിനേക്ക് നുസ്ഖ ശരിയാക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരതിൻ്റെ ഇടയിൽ അടിക്കുറിപ്പ് എഴുതി കൊടുക്കും. ആ ഒരു അടിക്കുറിപ്പാണ് ഫിറബിരിൻ്റെ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൻ്റെ റാവികളിൽപ്പെട്ട പ്രധാന റാവിയാണ് ഫിറബിരി. ബുഖാരിയുടെ വക്കൽ നിന്ന് സ്വഹീഹ് മുഴുവനും 2 തവണ കേട്ടവരാണ് ഫിറബിരി. മുമ്പ് നാം ഫിറബിരിയെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ബുഖാരി ഇമാമിൻ്റെ സ്വഹീഹിൻ്റെ റാവികളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ആ ഫിറബിരി റളിയല്ലാഹു അൻഹു ഒരു അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. ഈ ഹദീസ് ഹിഷാം എന്നവരെ തൊട്ട് മാലിക് ഇമാം എല്ലാത്തവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്തു എന്ന് ഇമാം ബുഖാരി പറയുന്നത് വളരെ സത്യമാണ്. ഒരാളും അതിനെ വിമർശിക്കേണ്ടി വരേണ്ടതില്ല. കാരണം ധാരാളം സനദിൽ കൊടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിക്കുറിപ്പാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നല്ലാതെ ബുഖാരിയിൽ കൈ കടത്തിയതല്ല. അത് അടിക്കുറിപ്പാണെന്ന് വരുത്താനാണ് കാലൽ ഫിറബിരിയു എന്ന് പ്രത്യേകം എഴുതി കൊടുത്തത്.